സംസ്ഥാനത്ത് വരും മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. അതേസമയം ഡീറ്റ്വ ചുഴലിക്കാറ്റ് കേരളത്തെ ബാധിച്ചേക്കില്ല. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, കാലാവസ്ഥ മുന്നറിയിപ്പ് ഏതെല്ലാം വിധത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്? അടുത്ത 5 ദിവസത്തേക്ക് കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഇന്ന് 5 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലാണ് ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതേസമയം ഡീറ്റ്വ ചുഴലിക്കാറ്റ് കേരളത്തെ ബാധിച്ചേക്കില്ല എന്നുകൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും അതുപോലെ വടക്ക് ശ്രീലങ്കയ്ക്ക് മുകളിലായാണ് ഡീറ്റ്വ ചുഴലിക്കാറ്റ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേരള തീരത്തെ ഇത് ബാധിച്ചേക്കില്ല എന്നൊരു കാര്യമാണ് നമുക്ക് ഭയമൊഴിഞ്ഞ് നിൽക്കാനുള്ള ഇതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതേസമയം തമിഴ്നാട് 5 ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതുച്ചേരിയിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ റെഡ് അലേർട്ടാണ്. അവിടെ ഈ ശക്തമായ മഴയും കാറ്റുമാണ് ഈ ഒരു മണിക്കൂറിൽ ഉണ്ടാകുന്നത്. ഡീറ്റ്വ ചുഴലിക്കാറ്റിന്റെ ഭീതിയാണ് ഈ ഒരു പുതുച്ചേരി അടക്കമുള്ള തമിഴ്നാട്ടിലെ മിക്ക സ്ഥലങ്ങളിലും ഉണ്ടാകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തമിഴ്നാട്, പുതുച്ചേരി അതുപോലെ തന്നെ തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിന് സമീപമുള്ള തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലേക്ക് ഈ ഒരു ഡീറ്റ്വ ചുഴലിക്കാറ്റ് ഉടൻ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള പുതുച്ചേരിയിൽ ശക്തമായ കാറ്റും മഴയുമാണ് ഈ ഒരു മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതീവ സുരക്ഷയിലാണ് പുതുച്ചേരി. റെഡ് അലേർട്ടാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ പുതുച്ചേരിയിൽ നൽകിയിരിക്കുന്നത്. 5 റെഡ് അലേർട്ട് മുന്നറിയിപ്പ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നൽകിയിരിക്കുന്നത്. കേരളത്തിന് ആശ്വാസകരമായ ഒരു വാർത്തയാണ്. എന്നാൽ തമിഴ്നാട്ടിൽ അതീവ സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശരി, കേരളത്തിൽ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്, നേരിയ മഴയ്ക്ക് സാധ്യത ആണ് എന്നാണ് പ്രവചനം. പക്ഷേ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അതീവ ജാഗ്രത നിലനിൽക്കുകയാണ്. 5 ജില്ലകളിലാണ് തമിഴ്നാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്.